ബാലമാമൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അകത്തേക്ക് വാ. അകത്തേക്ക് വന്നിട്ട് എന്തിനാ? വഴക്കിടാനോ? അവനെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? വാശിയാണോ? വാശിയല്ല ബാലമാമൻ, ശ്രേയ തിരിച്ചു വരാൻ വേണ്ടി ശൂലം കുത്തി നേർച്ച നടത്തിയിരിക്കോ. എന്തൊക്കെയാ മോളെ അവനീ കാണിക്കുന്നത്? അതെനിക്കും അറിയില്ല ബാലമാമൻ. എന്താ രണ്ടുപേരും പുറത്തു വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല മോനെ, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാ ചാരുമോള് വന്നത്. പിന്നെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു നിന്നു. ഇന്ന് ഓഫീസിൽ ആ പെണ്ണ് വന്നിരുന്നു. വന്നു. എന്താ അച്ഛൻ നിന്ന് ശ്രേയെ കുറിച്ച് ചോദിച്ചത്? ഏയ് വെറുതെ. നിന്റെ ചേട്ടനെ പറ്റി അവൾ വല്ലതും ചോദിച്ചോ? ചോദിക്കുന്നത് പോയിട്ട് അരവിന്ദിന്റെ ഓർമ്മ പോലും അവളില്ലാത്ത പോലെ. സാധാരണ എങ്ങനെയായിരുന്നോ അതുപോലെ. സന്തോഷം കുറച്ച് കൂടുതലുണ്ടോന്നാ എന്റെ സംശയം. അവളെ എന്ത് മനസ്സിൽ കണ്ടോ അത് നടന്നുകൊണ്ടിരിക്കില്ലേ? സന്തോഷം കാണാതിരിക്കില്ല. അതെ ബാലമാമൻ, കുടുംബം നടത്താനാ കല്യാണം കഴിക്കുന്നെങ്കിൽ ഭർത്താവിനെ പറ്റി ചോദിക്കും, ആശങ്കയുണ്ടാവും. ഇത് നമ്മുടെ ഫാമിലിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതല്ലേ, പിന്നെ ഇങ്ങനെ അരവിന്ദേട്ടനെ പറ്റി ചോദിക്കുന്നേ? അച്ഛനും ചാരുവും പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു സംശയം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് മിണ്ടാതിരിക്കേ. അമ്മ പതുക്കെ, വേദനിക്കുന്നു. തൊടുന്നില്ലടാ മോനെ. വലിയ ഇതൊക്കെ യഥാർത്ഥ മുരുകഭക്തർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവർക്കൊന്നും വേദന അറിയത്തില്ല. അളിയൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. മനുഷ്യരോട് വാർക്കാൻ പറ്റാതിരിക്കുക. മുരുക, അക്കുച്ചേട്ടൻ പോയി അരവിന്ദേട്ടനെ ഒന്ന് കാണ്. ഞാനെന്തിനാ അവനെ കാണുന്നു? ചെന്നൊന്ന് കണ്ടിട്ട് വാ. ശരി. മുരുക. ഇവൻ വന്ന അയ്യോ. ചെറിയ ചേട്ടന്റെ ശൂലം കുത്തിയിട്ടുള്ള ഇരിപ്പ് കണ്ടോ? വല്ലതും കഴിക്കണമെങ്കിൽ ട്യൂബ് ഇടേണ്ടി വരും. ഇനിയിപ്പൊ ചീത്ത പറയാൻ മാത്രമേ വാ തുറക്കും. അമ്മേ, ഇവൻ എന്തു പറ്റിയതാ? എനിക്കൊന്നും പറ്റിയില്ല. നീ നിന്റെ ഭാര്യം ചേർന്നെ ജീവിതം വെച്ച് കളിച്ചില്ലേ, അതിന്റെയാ. ബ്രോ, അനാവശ്യം പറയരുത്. നിന്നോട് ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? പോടാ. അയ്യോ പോടാ. വീശി വീശി. അരവിന്ദേ, കണ്ടവന്മാരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്ന എന്തിനാ? അതും ഈ വേദനയെ സഹിച്ച്. ആരാണമ്മേ കണ്ടവൻ? അമ്മ പ്രസവിച്ചല്ലേ നീ? അത് മറന്നോ? എടാ, നീ എന്ന് മുതൽ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഓരോന്നും ചെയ്യാനും പ്രവർത്തിക്കാനും തുടങ്ങിയോ? അന്ന് നിന്നെ മറന്നു ഞാൻ. അതേടാ മോനെ. ഓ സോറി. അവനോടുള്ള ദേഷ്യം എന്നോട് തീർക്കുന്നില്ല. അയ്യോ, അറിയാതെ പറ്റിയതാടാ മോനെ. സോറി മോനെ. രമേശേട്ടാ, ഇവന് ശരിക്കും എന്താ ഉണ്ടായത്? അത് കുഞ്ഞളിയ, വേറൊന്നുമല്ല. ശ്രേയ മാഡത്തിന്റെ പിണക്കം മാറി തിരിച്ചു വരാൻ വേണ്ടി മുരുകന്റെ അമ്പലത്തിൽ പോയി ശൂലം കുത്തി വഴിപാട് നടത്തി. അത്രേ ഉള്ളൂ. ബുദ്ധിയും ബോധവും ഇല്ലടാ നിനക്ക്. സ്വന്തം ശരീരം വേദനിപ്പിച്ചിട്ടാണോടാ വഴിപാട് നടത്താൻ? നീ നിന്റെ ഭാര്യയും ചേർന്ന് രണ്ടിനെ രണ്ട് വഴിക്കാക്കിയില്ലേ? പിന്നെ ഇവൻ വേറെ എന്ത് ചെയ്യാനാ? അമ്മേ, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. തീ കൊളുത്തി വിട്ടിട്ട് ഒന്നും അറിയാത്ത പൂച്ചയെ പോലെ ഒരു തീ ഈ വീട്ടിൽ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അവളെ പറഞ്ഞാ മതി. അരവിന്ദന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന അവളോട് ദൈവം ചോദിച്ചോളൂ. ചേച്ചിയാണെന്നും ഞാൻ നോക്കില്ല. അക്കുച്ചേട്ടാ വേണ്ട. അശ്വചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്കറിയാം. എന്നെ ചേച്ചിക്ക് അറിയാവുന്നല്ലേ? അരവിന്ദേട്ടന്റെ വേദന കണ്ട് ഞാൻ ആസ്വദിക്കാൻ തോന്നുന്നുണ്ടോ? നിന്നെ എനിക്ക് അറിയാൻ ചാരു. ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ നിന്റെ തനി സ്വരൂപം മനസ്സിലാക്കി ഞാൻ മാറിയതല്ലേ. ചേച്ചിയെ വിശ്വസിച്ചത് ഞങ്ങളാ.
അത് തെറ്റായിരുന്നു ഞങ്ങളിപ്പോ മനസ്സിലാക്കി. ചതിക്കപ്പെട്ടത് ഞങ്ങളാ. നിന്നെ ആര് ചതിച്ചെന്നാ പറയടാ. അമ്മ എന്തിനാ അക്കുച്ചേട്ടനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നേ? എന്റെ മോൻ ഇപ്പൊ അനുഭവിക്കുന്ന കണ്ണീരും വേദനയും നീയൊക്കെ കാരണം. ഇവനേക്കാൾ വേദന എന്റെ മനസ്സിനുണ്ടടി. ആ വേദനയോട് പറയാ, നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അമ്മ ശപിക്കല്ലേ. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പെറ്റമ്മ ശപിച്ച അത് കുറച്ചെങ്കിലും വലിക്കും. ചാരു, ഈ ശാപമൊന്നും നമുക്ക് ഏക്കില്ല. പെറ്റമ്മയാണെന്ന് വെച്ച് എന്ത് പറയാനാണോ? എന്തിനൊരു പരിധിയുണ്ടല്ലോ. ശ്രേയ ചെയ്തതിന് കുറ്റം മുഴുവൻ നമുക്ക്. ഇതെല്ലാം ദൈവങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാ, ദൈവം കാണുന്നുണ്ടല്ലോ. സമയാവുമ്പോ നിനക്കൊക്കെ ഉള്ള ശിക്ഷ കൈ നിറച്ച് തന്നോളൂ. അരവിന്ദിനെ ശ്രേയയും തമ്മി തല്ലിച്ച് ഒന്നും അറിയാത്ത പോലെ നടക്കുവല്ലേ. ശ്രേയ ഒരു പാവ, അതിന്റെ മേലെ വെറുതെ കുറ്റം ചാർത്തണ്ട. ശൂലം കുത്തിയത് ശ്രേയം കണ്ടെന്നല്ലേ വലിയേട്ടൻ പറഞ്ഞത്? അപ്പൊ തന്നെ ചേട്ടനെ മനസ്സിലാക്കി ചേട്ടന്റെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടല്ലേ? എടി, എന്റെ കവിളി ചൂള കെട്ടിയ പോലെ നിന്റെ കവിളത്തിന്റെ കൈ വീഴും. സത്യം പറഞ്ഞതിന് അനുമോളോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? അവള് ചോദിച്ച ശരിയല്ലേ? അരവിന്ദേട്ടന്റെ വേദന കാണേണ്ടിയിരുന്നത് ശ്രേയല്ലേ? അവളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പാറ പോലെ മനസ്സുള്ള ഒരു പെണ്ണിനെ സ്നേഹിച്ചത് അരവിന്ദേട്ടന്റെ തെറ്റാ. കണ്ടില്ലേ അവളുടെ ഒരു നാക്ക്? ആ നാക്ക് വെച്ചിട്ട് ഈ കുടുംബം രണ്ടാക്കിയത്. ജീവിതം തുടങ്ങിയപ്പോ തന്നെ അത് അവസാനിപ്പിച്ചു. എന്നിട്ട് നിനക്ക് മതിയായില്ലേ? ശ്രേയ മോളെ പറ്റി നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങളിത് വിശ്വസിക്കില്ല. ശ്രേയയുടെ മനസ്സിലെ പാറ പോലെ ഇരിക്കുന്നത് നിന്റെയാ. അമ്മായി, ചാരു, ഇവരോടൊക്കെ സംസാരിച്ചിട്ട് എന്തിനാ? നീ വാ. നിക്കച്ചേട്ടാ. അമ്മായി, ശ്രേയയുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ അരവിന്ദേട്ടനൊന്നൊന്ന് കാണുമായിരുന്നല്ലേ? ഫോണിലെങ്കിലും വിളിക്കുമായിരുന്നില്ലേ? അങ്ങനെ ചെയ്താ ഞാൻ വിശ്വസിക്കാം ശ്രേയയുടെ മനസ്സ് നല്ലതാണെന്ന്. അത് പോയത്. എടി തുണിക്കച്ചവടക്കാരി, എന്റെ ഭാര്യ എപ്പോ വിളിച്ചോണ്ടിരുന്ന എനിക്കറിയാം. നിന്റെ ഉപദേശം വേണ്ട. മേഡത്തെ വെറുതെ കുറ്റം പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചാരു, നീ കഴിക്കാനെടുക്ക്. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം.